ദൈവത്തിന് സ്തോത്രം. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവത്തിൻ്റെ വചനത്തിങ്കിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഒരു അവസരം കൂടെ നൽകിയതോർത്ത് ഞാൻ കർത്താവിന് നന്ദി കരയറ്റുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുക എന്നുള്ളതാണ്. വ്യത്യസ്തരാകുവാനുള്ള ഒരു ആഹ്വാനം. അതിൽ നമ്മൾ കണ്ടു, ആത്മീയരായ ആളുകൾ എപ്പോഴും വ്യത്യസ്തരായിരിക്കും. അതുകൊണ്ടാണ് വേർപാടിൻ്റെ ഉപദേശം ഇത്ര ശക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് നമ്മളൊരു പുനർവിചിന്തനം നടത്തേണ്ടതാണ്. വേർപാടിൻ്റെ ശക്തമായ ഉപദേശം നമുക്ക് അത്യന്താപേക്ഷിതമാണ്. നമ്മൾ വ്യത്യസ്തരാണ്, നമ്മൾ അവരെ പോലെയല്ല. നമ്മൾ നേരത്തെ നമ്മളെങ്ങനെ ആയിരുന്നോ അതുപോലെയുമല്ല. മുമ്പേ നമ്മൾ ജനമല്ലാത്തവർ, ഇപ്പോഴോ ജനം. മുമ്പേ നമ്മൾ ഈ ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിച്ചു. മുമ്പേ ഇപ്പോൾ എന്നുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾ, അവരോ, അവർ എന്താണോ അതല്ല നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് ഡിഫറൻ്റായിട്ടാണ്. ആ ഒരു ഡിഫറൻസ് നമ്മൾ തീർച്ചയായിട്ടും സൂക്ഷിക്കണം. വ്യത്യസ്തരായിരിക്കണം. പഴയ നിയമത്തിൽ ദൈവത്തോട് ചേർന്ന് നിന്നവരൊക്കെ വ്യത്യസ്തരായിരുന്നു എന്ന് നമ്മൾ കണ്ടു. നമ്മൾ ഹാബേലിൻ്റെ ചരിത്രം മുതൽ അതിനെക്കുറിച്ച് പഠിച്ചു. ഹാബേൽ കയ്യിനിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു. നമ്മൾ വ്യത്യസ്തരായിരിക്കണം, അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതേപോലെ നമ്മൾ ഹാനോക്കിൻ്റെ കാര്യം പഠിച്ചു. ഹാനോക്ക് അവൻ്റെ തലമുറയിൽ വ്യത്യസ്തനായിരുന്നു. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മുടെ തലമുറയിൽ നമ്മൾ വ്യത്യസ്തരായിരിക്കണം. നമ്മൾ എല്ലാവരെയും പോലെ ആകാൻ പാടില്ല. ഹാനോക്കിൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തോട് കൂടെ നടന്നു. 24/7 കർത്താവിനോട് കൂടെ നടക്കുന്നതായ ഒരനുഭവം. അതാണ് നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നതായ കാര്യം. ഹാനോക്ക് ലാമക്കിനെ പോലെ അല്ല. ഹാനോക്ക് ആദാം മുതൽ 7-ാമനാണ്. ആദാം മുതൽ കയീൻ്റെ പരമ്പരയിൽ 7-ാമത്തവനാണ് നമ്മൾ കണ്ട ലാമക്കിനെ പോലെ അല്ല. നമ്മൾ വ്യത്യസ്തരായിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വ്യത്യസ്തരായിരിക്കണം എന്നുള്ളത് നമ്മൾ ശരിയായ നിലയിൽ പഠിച്ച് മനസ്സിലാക്കിയാലേ പറ്റുള്ളൂ. അങ്ങനെ ജീവിക്കണം. വ്യത്യസ്തരാകണമെങ്കിൽ നമ്മൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നല്ലൊരു ബോധ്യം നമുക്ക് അനിവാര്യമാണ് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോഹ അവൻ്റെ തലമുറയിൽ വ്യത്യസ്തനായിരുന്നു. ദൈവം നോഹയുമായി ഒരു ഉടമ്പടി ചെയ്തു. നമ്മൾ ഹാബേലിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ അടിസ്ഥാനപരമായി അവനും അവൻ്റെ സഹോദരനും, വേറെ ആരുമില്ല, എന്നിട്ട് അവൻ വ്യത്യസ്തനായിരുന്നു. ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോഴും പിന്നെയും കുറേ കാലങ്ങൾ കഴിഞ്ഞു. 7 തലമുറ, വലിയൊരു ജനസമൂഹമെന്നൊന്നും പറയാനില്ല. എന്നാൽ നോഹയുടെ കാലം പറയുമ്പോൾ അത് ആ കാലയളവിലെ എല്ലാ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു നോഹ. ആ ദൈവിക പാതയിൽ സഞ്ചരിക്കുവാൻ ഒരു കുടുംബം പോലും ബാക്കിയില്ലായിരുന്നു. എന്നിട്ടും നോഹ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹാനോക്ക് ദൈവത്തോടു കൂടെ നടന്നു, നോഹയും ദൈവത്തോട് കൂടെ നടന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. പിന്നീട് നമ്മൾ പഠിച്ചത് അബ്രഹാമിനെ കുറിച്ചാണ്. അബ്രഹാമിനെക്കുറിച്ച് വളരെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അബ്രഹാം വ്യത്യസ്തനായിരുന്നു. അവൻ കർത്താവിനെ സ്വീകരിക്കുമ്പോൾ, അഥവാ ദൈവം അവനോട് സംസാരിക്കുമ്പോൾ തന്നെ പറയുന്നത്, നീ നിൻ്റെ ദേശക്കാരെയും ചാർച്ചക്കാരെയും, നിൻ്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട്, അപ്പോൾ ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം എന്ന് പറയുമ്പോൾ ശരിക്കും അവൻ ദൈവത്തെ മാത്രം കണ്ടാണ് ഇറങ്ങുന്നത്. വേറെ ആരെയും അവൻ കാണുന്നില്ല. അവൻ്റെ പിന്നിൽ, അഥവാ വേറെ രീതി പറഞ്ഞാൽ, ദൈവത്തിനും അവനും മധ്യത്തിൽ ദേശമില്ല, ചാർച്ചക്കാരില്ല, പിതൃഭവനമില്ല, ഒന്നുമില്ല. അവൻ്റെ ബന്ധുക്കളുമില്ല, ആരുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അബ്രഹാം വ്യത്യസ്തനായിരുന്നു. അബ്രഹാമിൻ്റെ ഓരോ ചെറിയ സ്വഭാവ വിശേഷങ്ങൾ പോലും നമ്മൾ കണ്ടു. മറ്റൊന്നുമല്ല, ലോത്ത് അവൻ്റെ കൂടെ വന്ന ആളാണ്, അവൻ്റെ സഹോദരൻ്റെ മകനാണ്. എന്നിട്ടും അവൻ ലോത്തിനെ പോലെ ആയില്ല. ലോത്തിൽ നിന്ന് അവൻ വ്യത്യസ്തനായിരുന്നു. എന്നാൽ ലോത്തിനൊരു പ്രയാസം ഉണ്ടായപ്പോൾ അവനെ സഹായിക്കാൻ ഒക്കെ തയ്യാറായിരുന്നു. വേർപാടെന്ന് പറയുന്നത്, അത് നമ്മൾ പിന്നീട് പഠിക്കുന്നുണ്ട്. വേർപാട് എന്ന് പറയുന്നത് ഐസൊലേഷൻ അല്ല. അതും നമ്മൾ ഓർത്തിരിക്കണം. ഐസൊലേഷൻ അല്ല, പ്രത്യുത വേർപാട് എന്ന് പറയുന്നത് വ്യത്യസ്തമായ, അതാ വ്യത്യസ്തത എന്ന് ഞാൻ പറയാൻ കാര്യം, വ്യത്യസ്തമായ ജീവിത രീതി, ദൈവവുമായി ബന്ധപ്പെട്ടുള്ള ജീവിത രീതി, അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവൻ വ്യത്യസ്തനായിരുന്നു. എന്നിട്ടും ലോത്തിനെ രക്ഷിക്കാൻ അവൻ്റെ വീട്ടിൽ ജനിച്ച 318 അഭ്യാസികളെയും കൊണ്ടുപോയി. പക്ഷേ കർത്താവ് അവനോട് പറഞ്ഞു, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നിൻ്റെ അതിമഹത്തായ പ്രതിഫലമാണ്, ഞാൻ നിൻ്റെ പരിചയമാണ്. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രയാസങ്ങളും വരുമ്പോൾ നമ്മൾ വ്യത്യസ്തരാണെങ്കിൽ, നമ്മൾ കർത്താവിനോട് കൂടെ നിൽക്കുന്നവരാണെങ്കിൽ കർത്താവ് ഇടപെടും. ലോത്ത് അബ്രഹാമിനെ ഒരു പരിധിവരെ കണക്കാക്കാതെ അവന് സ്വന്തമായി, അബ്രഹാമിനെ വിട്ട് തീരുമാനങ്ങളെല്ലാം സ്വന്തമായിട്ട് എടുത്തപ്പോൾ, തിരഞ്ഞെടുപ്പ് സ്വന്തമായിട്ട് നടത്തിയപ്പോൾ അബ്രഹാം പറയുന്നത്, കുഴപ്പമില്ല, നീ തിരഞ്ഞെടുത്തു,
പക്ഷേ ദൈവം അബ്രഹാമിന് വേണ്ടി തിരഞ്ഞെടുപ്പ് നടത്തി. സോദോം രാജാവിൻ്റെ പണം അവൻ നിഷേധിച്ചപ്പോൾ ദൈവം പറഞ്ഞു, ഞാൻ നിൻ്റെ പ്രതിഫലമാണ്, നീ പേടിക്കേണ്ട കാര്യമില്ല, ഞാൻ നിൻ്റെ പരിചയമാണ്, നിന്നെ ആരും ഉപദ്രവിക്കത്തില്ല, ഞാനാണ് നിന്നെ സംരക്ഷിക്കുന്നത്. അവൻ വ്യത്യസ്തനായിരുന്നു. അതിനുശേഷം നമ്മൾ അബ്രഹാമിൻ്റെ ചരിത്രത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ അങ്ങനെ കടക്കുന്നില്ല. കാര്യം നമുക്ക് വേറെ പലരെക്കുറിച്ച് ഇങ്ങനെ പഠിക്കാൻ ചെറിയ രീതിയിലെങ്കിലും പഠിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ. സോദോമിൻ്റെ നാശം നമ്മൾ കാണുന്നു. അവിടെ ലോത്തിനെ കർത്താവ് രക്ഷിക്കുന്നു. ലോത്തിനെക്കുറിച്ച് പറയുന്നത് വലഞ്ഞുപോയ നീതിമാനായ ലോത്ത് എന്നാണ്. അവൻ വലഞ്ഞുപോയി, പക്ഷേ അടിസ്ഥാനപരമായി അവൻ്റെ ഉള്ളിലൊരു നീതി ബോധം ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല. അവൻ ആ ജനങ്ങളോടൊക്കെ ചേർന്ന് നിന്ന് അവരിലൊരാളാകാൻ പരിശ്രമിച്ചതാണ്. ദൈവം അവനെ വിടുവിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അങ്ങനെ ആകാൻ പാടില്ലായിരുന്നു. അവൻ വ്യത്യസ്തനായിരിക്കണമായിരുന്നു. അവൻ്റെ വ്യത്യസ്തത സൂക്ഷിക്കുവാൻ അവന് കഴിഞ്ഞില്ല. സോദോമിൻ്റെ നാശം നമ്മൾ കണ്ടു. പിന്നെ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ ഇസഹാക്കിൻ്റെ ജനനമാണ് നമ്മൾ കാണുന്നത്. 22-ാം അധ്യായത്തിൽ ഇസഹാക്കിനെ യാഗം കഴിക്കുന്ന കാര്യമാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാവുന്ന ചരിത്രമായതുകൊണ്ട് ഞാൻ എടുത്തു പറയുന്നില്ല. ദൈവം പറഞ്ഞു, നിൻ്റെ പുത്രനെ, നീ സ്നേഹിക്കുന്ന ഇസഹാക്കിനെ തന്നെ നീ എനിക്ക് യാഗമായി അർപ്പിക്കുക എന്ന് കർത്താവ് പറയുന്നു. 22-ാം വാക്യത്തിൽ, അപ്പോൾ അവൻ നിൻ്റെ മകനെ, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ ഇസഹാക്കിനെ തന്നെ കൂട്ടിക്കൊണ്ട് മോരിയാദേശത്ത് ചെന്ന് അവിടെ ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഒരു മലയിൽ അവനെ ഹോമയാഗം കഴിക്കുക എന്ന് അരുളി ചെയ്തു. സ്പർജൻ്റെ ഒരു ബുക്കിനകത്ത് സ്പർജൻ പറഞ്ഞൊരു കാര്യം, ഇത് പറഞ്ഞപ്പം ഒരുപക്ഷെ അബ്രഹാം ഇങ്ങനെ പറഞ്ഞു കാണും, നിൻ്റെ മകനെ. കർത്താവ്, എനിക്ക് 2 പിള്ളേരുണ്ടല്ലോ, ഇസഹാക്കുണ്ട് ഇസ്മായിലും ഉണ്ട്. അപ്പോൾ അതിനകത്ത് ആരെയും ഇസ്മായിലിനെ യാഗം ഉറപ്പിക്കാനാണെങ്കിൽ ഇവൻ ഇത്രയും പ്രയാസം ചിലപ്പം വന്നിരുന്നിരിക്കും. ഉടനെ കർത്താവ് പിന്നെ അങ്ങ് സ്പെസിഫിക് ആകുകയാണ്. ഇസഹാക്കിനെ യാഗം ഉറപ്പിക്കണം എന്ന് ആദ്യം നിൻ്റെ മകനെ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് 2 മക്കളുണ്ട്. നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകജാതനായ. സ്പർജൻ അതിനകത്ത് പറഞ്ഞത് ഒരുപക്ഷെ അവൻ പറഞ്ഞു കാണും, അല്ല 2 അമ്മമാർക്കും ഏകജാതന്മാരാ. ഹാഗാറിൻ്റെ ഏകജാതനാണ് ഇസ്മായിൽ, അതുപോലെ അവൻ 2 ഉണ്ട്. കർത്താവ് അത് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇസഹാക്കിനെ തന്നെ. പക്ഷേ അവിടുത്തെ പ്രത്യേകത എന്നറിയാമോ? നീ സ്നേഹിക്കുന്ന. ഞാൻ അതിനകത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. എന്തുകൊണ്ട് ദൈവം ഇസഹാക്കിനെ യാഗമർപ്പിക്കാൻ പറഞ്ഞു? അതിൻ്റെ റീസൺ ഇവിടെ പറയുന്നുണ്ട്, നീ സ്നേഹിക്കുന്ന. ഇപ്പോൾ സ്നേഹിക്കാൻ പാടില്ലേ? സ്നേഹിക്കാം. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ദൈവത്തെക്കാൾ അധികം സ്നേഹിക്കാൻ പാടില്ല. അബ്രഹാം ദൈവത്തെ കണ്ട് ഇറങ്ങിയതാണ്. പക്ഷേ വയസ്സാം കാലത്ത് കൊച്ചൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പം നാച്ചുറലി നമുക്കൊക്കെ അറിയാം, പിള്ളേർ വന്നു കഴിയുമ്പോൾ നമ്മളുടെ സ്വഭാവത്തിനൊക്കെ ഇച്ചിരി ഒരു അയവൊക്കെ ഉണ്ടാകും. പ്രത്യേകിച്ച് കൊച്ചുമക്കളെയൊക്കെ വളർത്തുന്നവർക്കറിയാം. സ്നേഹിക്കുന്ന. അപ്പോൾ ദേശം വിട്ട് ഇറങ്ങി പുറപ്പെട്ട ആദ്യ നാളിൽ അബ്രഹാമിനും ദൈവത്തിനും മധ്യത്തിൽ ആരുമില്ലായിരുന്നു. ദെർ വാസ് നോബഡി. പക്ഷേ ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ, ഇസ്മായിൽ വന്നപ്പോഴും അത്രയും കുഴപ്പമില്ലായിരുന്നു. ഇസഹാക്ക് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഇടയ്ക്കൊക്കെ ദൈവത്തിനും മധ്യത്തിലും ദൈവത്തിനും അവനും മധ്യത്തിൽ ഇസഹാക്ക് കയറി നിൽക്കാൻ തുടങ്ങി. ഒരു സ്നേഹത്തിൻ്റെ ഒരു ചായ്വ്. കർത്താവ് പറഞ്ഞു, ഇസഹാക്ക് നിനക്ക് ഞാൻ വാഗ്ദത്തം ചെയ്ത പുത്രനാണ്, കാര്യമൊക്കെ ശരിയാണ്, പക്ഷേ എനിക്കും നിനക്കും മധ്യത്തിൽ ഇസഹാക്ക് കയറി നിൽക്കാൻ പാടില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഇസഹാക്കുമാരൊത്തിരി ഉണ്ട്. കുഴപ്പമൊന്നുമില്ല, അവരെ സ്നേഹിക്കുന്ന കുഴപ്പമൊന്നുമില്ല. പക്ഷേ വേറൊരു കാര്യമുണ്ട്, എപ്പോഴെങ്കിലും നമുക്കും ദൈവത്തിനും മധ്യത്തിലേക്ക് ഇസഹാക്ക് കയറി നിന്നാൽ ആ ഇസഹാക്കിനെ യാഗം കഴിച്ചേ പറ്റൂ. അവിടെയാണ് അബ്രഹാം വ്യത്യസ്തനാകുന്നത്. അബ്രഹാം അവിടെ ചോദ്യങ്ങളൊന്നും പറയുന്നില്ല, ചോദ്യങ്ങളൊന്നും ചോദിക്കുന്നില്ല. പിറ്റേ ദിവസം അവിടെ എഴുതിയിരിക്കുന്ന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ അബ്രഹാം അതികാലത്ത് എഴുന്നേറ്റ് കഴുതയ്ക്ക് കോപ്പിട്ട്, 3-ാമത്തെ വാക്യത്തിൽ, ബാല്യക്കാർ 2 പേരെയും തൻ്റെ മകൻ ഇസഹാക്കിനെയും കൂട്ടി ഹോമയാഗത്തിന് വിറക് കീറി എടുത്തും കൊണ്ട് പുറപ്പെട്ടു. അതികാലത്ത്. ആരോടും അഭിപ്രായം ചോദിച്ചില്ല. ഒരു പരിധി വരെ ഇവിടെ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് സാറായോട് പോലും അഭിപ്രായം ചോദിച്ചില്ല. അമ്മയല്ലേ, ചിലപ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷേ അബ്രഹാമും ദൈവവും തമ്മിലുള്ള ആ ബന്ധത്തിനിടയ്ക്ക് ആരും കയറാൻ ദൈവം അനുവദിക്കുന്നില്ല. ഇസഹാക്കും കയറാൻ ദൈവം അനുവദിക്കുന്നില്ല. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അവിടെ കൊണ്ടുപോയി അബ്രഹാം ഇസഹാക്കിനെ യാഗം കഴിക്കാൻ എല്ലാം പ്ലാൻ ചെയ്തു. പക്ഷേ ദൈവം ഇടപെട്ടു. നിൻ്റെ ബാലൻ്റെ മേൽ നീ കൈവെക്കരുത്. ഞാൻ വാക്യങ്ങളൊന്നും വായിക്കുന്നില്ല, ഇത് മുഴുവൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാലൻ്റെ മേൽ കൈവെക്കരുതെന്ന് പറഞ്ഞ് അതിന് പകരം ഒരു ആട്ടിൻകുട്ടിയെ യാഗം കഴിച്ചു. ഒക്കെ ശരിയാണ്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇസഹാക്കിനെ യാഗം കഴിച്ചില്ല എന്ന് പറയും. പക്ഷേ എബ്രായ ലേഖനത്തിൽ നമ്മൾ കാണുന്നത്, എബ്രായ ലേഖനം 11-ാം അധ്യായം വരുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്ന വാക്യം എന്താണെന്നറിയാമോ? 17-ാമത്തെ വാക്യം, വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു.